ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പെടുക്കുന്ന ആൾക്കാരൊക്കെ നോമ്പിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയോ? അപ്പം ഞാനും മല്ലിയും മുളകൊക്കെ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചരി എല്ലാം കൂടുതലാക്കിയിട്ടുണ്ട്. കാരണം നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണക്കാൻ വേണ്ടി നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ തോന്നി നാളെ രാവിലെ സാമ്പാറും അതുപോലെ ഈ ദോശയാക്കിയാൽ നന്നായിരിക്കും തോന്നിയപ്പോൾ ഞാൻ പൊടി നമ്മുടെ അരിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ചോറും അതിലേക്ക് ലേശം ഈസ്റ്റും ഇട്ടിട്ട് രാവിലെ പെട്ടെന്ന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. മാവ് അരച്ച് വെക്കുകയാണ്. ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അരിപ്പൊടി, അതുപോലെ കുറച്ച് ഈസ്റ്റ്, ആ ചോറും. ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒന്നും കൂടെ നല്ലത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് സമയം എടുക്കുക നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മളിത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആവും കേട്ടോ. അപ്പം ചോറ് വേണം. ചോറും കൂടെ ഇല്ലാതായാലും ഒന്നും ഇല്ലാതാവും കേട്ടോ. ചോറ് ഉണ്ടാവുമല്ലോ എന്തായാലും. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈസ്റ്റ് ഇടണം. ഈസ്റ്റ് ഈസ്റ്റിന് പകരം നമുക്ക് അപ്പക്കാരം ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈസ്റ്റാണ് ഒന്നും കൂടെ നന്നായിട്ട് പൊന്തി വരിക. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് അത് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ശരിക്കും നമ്മളത് കലക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തത് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു മാവ് അരച്ചത് വെക്കുന്നൊരു ചെമ്പുടുക്കയാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ചെമ്പുടുക്ക. അപ്പോൾ ഇതിലിങ്ങനെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് ഇട്ടതിനെ കൊണ്ടാണ് കേട്ടോ. അതുപോലെ ചോറും രണ്ടും ഒരേപോലെയാണല്ലോ. എന്നിട്ടിത് ഞാൻ നേരം 11 മണിക്കാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾ കണ്ടല്ലോ, രാത്രി 11 മണിക്കാണ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. റൈസ് കുക്കറിൻ്റെ ഉള്ളത്തെ ഈ സംഭവം 3 കഷ്ണമായിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെ പൊട്ടിയത് എനിക്കറിയില്ല. താഴെ വീണപ്പോൾ പൊട്ടിയത് തോന്നുന്നുണ്ട്. കുറച്ചായി പൊട്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പം ഇതിൻ്റെ മേലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കുകയായിട്ട് ചെയ്യണത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലോണം നൊരഞ്ഞ് കിട്ടും. നമ്മൾ ഏത് സീസണിൽ വെക്കുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യിക്കണം നല്ലതായിരിക്കും കേട്ടോ. മഴക്കാലത്തൊക്കെ നമുക്ക് അധികം ഇതേപോലെ ഇത് പുളിച്ച് കിട്ടാൻ പ്രയാസമാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇറക്കി വെക്കുകയാണെന്നുള്ളത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം മോർണിംഗിൽ ഞാൻ നോക്കുകയാണ് കേട്ടോ അതെന്തായി അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാമെന്നുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അരി വെള്ളത്തിലിടാൻ മറക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഞാൻ ചെയ്യലുണ്ട്. പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യലുണ്ട്. അപ്പം ഇത് നൊരഞ്ഞിട്ടുണ്ട്. ഞാനിത് ദോശ ആക്കാനായതുകൊണ്ട് ലേശം ലൂസിലാണ്. ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റിൽ തന്നെ ആക്കേണ്ടി വരും കേട്ടോ. നമുക്കിത് ഇഡ്ഡലി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം റവ ചേർത്ത് കൊടുത്താൽ കുറച്ച് ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇഡ്ഡലീൻ്റെ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും റവ ചേർത്ത് കൊടുത്താൽ. അപ്പം എത്രത്തോളം കാണുമെന്ന് അറിയില്ല. അത്യാവശ്യം പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ദോശ നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് തലേദിവസം തന്നെ നമ്മൾ ഇത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും അപ്പുറത്ത് വേവുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പാൻ വെച്ച് ചുട്ട് നോക്കുക. ഫസ്റ്റത്തത് നല്ല ചൂടായതിനെക്കൊണ്ട് 4 വൈക്ക് ഒഴുകി പോകണം കേട്ടോ. ചൂട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചൂട് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ഒഴിക്കുമ്പം തന്നെ അത് നല്ലോണം ബബിൾസും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അരി വെള്ളത്തിടാൻ മറക്കുന്ന ദിവസമൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. രാത്രിയിലൊന്ന് പൊടിയൊക്കെ കലക്കിച്ച് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. അരി ഇടുകയാണെങ്കിൽ രാവിലെ തന്നെ ഇട്ടേക്കണമല്ലോ. അപ്പം പിന്നെ ഉഴുന്നും വേണമല്ലോ ഇടുക. അപ്പോൾ ഇത് ഞാൻ ഉഴുന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവത്തിലേക്ക് എപ്പോഴും സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുക. ഒന്നുകിൽ പരിപ്പ് സാമ്പാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ സാധാ സാമ്പാർ ഉണ്ടാക്കും. അപ്പോൾ ഇതിലേക്ക് നല്ല കോമ്പിനേഷനും എനിക്ക് തോന്നുന്നത് സാമ്പാർ തന്നെയാണ്. പിന്നെ മീൻകറി അങ്ങനത്തെ ഇറച്ചിക്കറി അതൊക്കെ പറ്റും. പക്ഷേ ഞാൻ ഇതിലേക്ക് സാമ്പാറാണ് ഉണ്ടാക്കുക. മീൻകറി ഒന്നും ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കില്ല കേട്ടോ. പക്ഷേ സാമ്പാർ വേറൊരു കറിയില്ല, അവയെ പുതിയ കറി ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുക. രാത്രിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെക്കും, രാവിലെ ഒന്ന് വേവിച്ചെടുക്കും. ഞാൻ ഉണ്ടാക്കൽ വറുത്തരക്കാത്ത സാമ്പാറായിട്ട് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പരിപ്പും ഇടും, സാമ്പാറും കഷ്ണങ്ങളും ഇടും, സാമ്പാർ കായ ഇടും. പിന്നെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. പിന്നെ ഇപ്പം നമ്മുടെ ഹിന്ദൂസിൻ്റെ സാമ്പാർ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് എനിക്ക് തോന്നലുണ്ട് എപ്പോഴും. അത്രത്തോളം ഞാൻ ഉണ്ടാക്കിയാലാകൂല. ഞാനെന്നല്ല, പിന്നെ ഞാനിതുവരെ അത്ര ടേസ്റ്റുള്ള സാമ്പാർ മുസ്ലിംസ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ.
അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒരു സാമ്പാറിന്, എന്താണെന്നറിയില്ല. നമ്മളധികം ഈ ഇറച്ചിയും, നമ്മൾ മുസ്ലിംസ് അധികം ഇറച്ചി മീനും കോഴിയും അങ്ങനത്തെ സാധനമാണല്ലോ നല്ലോണം ഉണ്ടാക്കുക. ഈ ഒരു സംഭവങ്ങൾ സാമ്പാർ അധികം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഉണ്ടാക്കുക. നമ്മുടെ പരിപാടികൾക്കൊക്കെ ഉണ്ടാവല് ഈ തന്നെയാണല്ലോ. കണ്ട നമ്മുടെ ദോശ ഉണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ബബിൾസൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പാടുപെട്ട പണിയാണല്ലോ. സ്കൂളിലൊക്കെ പോകാനൊക്കെ വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ നേരത്തെ കുട്ടിയൊക്കെ സ്കൂളിൽ പോകേണ്ടി വരും. രാവിലെ എനിക്കും ഒരു പ്രയാസമാണ് രാവിലെ, കാരണം ചെടി നനയ്ക്കാനുണ്ടാവും. എനിക്കൊരു 10-11 മണി 12 മണി ആകുമ്പോൾ പണികളൊക്കെ തീരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സാമ്പാർ. പിന്നെ ചട്ടീൻ്റെ വക്ക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ പിടിച്ച സമയത്ത് ഇങ്ങനെ പൊട്ടി പോകുന്നതാണ് കേട്ടോ. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലിരിക്കും. പിന്നെ ഇതാണ് നമ്മുടെ ദോശ. അപ്പോൾ എല്ലാവരും ചായ കുടിയും കഴിഞ്ഞു. ഞാൻ ഏറ്റവും ലാസ്റ്റായി പോയിട്ടോ. പണിയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ ഹസ്ബൻഡിൻ്റെ കൂടെ കുടിക്കലാണ്. ഹസ്ബൻഡ് നേരത്തെ പോയതുകൊണ്ട് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ പേര് നമ്മൾ വീഡിയോ സ്ഥിരം കാണുന്നവരുണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും കണ്ട പിന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.